അഖില മിസ്സാണ്. യെസ്, നമ്മൾ എല്ലാവരും നമ്മുടെ USSന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ക്രിസ്മസ് എക്സാമിന്റെ കൂടെ തന്നെ USSും അടിപൊളിയായിട്ട് പഠിച്ച് ആ സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലായിരിക്കും എന്റെ മക്കൾ എല്ലാവരും. അപ്പൊ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ബേസിക് സയൻസിൽ USSൽ നമുക്ക് ഉറപ്പിക്കാവുന്ന 100% ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഒട്ടും സമയം ലേറ്റ് ആക്കാതെ അല്ലെ, ഒട്ടും ലാഗ് അടിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് അല്ലെ. ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാനായിട്ട് നമ്മൾ ചില വസ്തുക്കളെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ തന്നെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലെ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്, സോൾട്സ്, വാട്ടർ, നൺ ഓഫ് ദീസ്. സൂചകങ്ങൾ, ലവണം, വെള്ളം അല്ലെ, ജലം അല്ലെങ്കിൽ എന്താണ്, ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ അത് ആൽക്കലി ആണോ എന്ന് എല്ലാ വസ്തുക്കളും നമ്മൾ രുചിച്ചു നോക്കിയിട്ട് തിരിച്ചറിയാൻ പാടില്ല അല്ലെ. അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സൂചകമാണ്, ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ ടെർമറിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞിട്ടുള്ള ചൈന റോസ് ആയിക്കോട്ടെ, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള സൂചകങ്ങളാണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള സൂചകങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടിട്ടുള്ളതാണ് നമ്മളുടെ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന നമ്മളുടെ ചങ്ങാതിയും അതുപോലെ നമ്മളുടെ മിഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന മറ്റൊരു ചങ്ങാതിയും അല്ലെ. അപ്പൊ ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് ഇൻഡിക്കേറ്റർ, അതൊരു സൂചകമാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഡിൽ അത് എന്തായിരിക്കും, കളർലെസ് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് കളർ ഒന്നും അത് എന്ത് ചെയ്യില്ല, കാണിക്കില്ല. എന്നാൽ ആൽക്കലിയിലാണെങ്കിൽ അതിനൊരു പിങ്ക് കളർ നമുക്ക് കാണാനും സാധിക്കും. ഓക്കെ, എന്നാൽ മിഥൈൽ ഓറഞ്ച് ആണെങ്കിലോ, മിഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന സമയത്ത് ആസിഡിൽ അതിനൊരു റെഡ് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ചുവന്ന നിറമാണ് അതിന് കാണാൻ പറ്റുന്നതെങ്കിൽ ബേസിൽ അതിനൊരു യെല്ലോ കളർ, ഒരു മഞ്ഞ നിറമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ആയിരുന്നു. ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേര് ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, സൂചകങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, acids have dash taste അല്ലെ. ആസിഡ്സിന്റെ ടേസ്റ്റിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ പഠിച്ച സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്, ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പുളി രുചിയാണ്, ഒരു സോർ ടേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഓപ്ഷനകത്ത് നമുക്ക് നോക്കിയാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നമുക്ക് മാർക്ക് ചെയ്യാം. സോർ ടേസ്റ്റ്, പുളി രുചിയാണ് ആർക്കുള്ളത്, നമ്മുടെ ആസിഡുകൾക്കുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഓപ്ഷൻസ് നമുക്ക് തരും. പക്ഷെ അതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആൻസർ എന്റെ മക്കള് മാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് മിസ് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ആസിഡ് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ? ഏത് ആസിഡ് ആണ് ആ ഹൈഡ്രജൻ ഇല്ലാത്ത ആസിഡ്? ഡസ് നോട്ട് കണ്ടെയ്ൻ ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജൻ അടങ്ങിയില്ലാത്ത ആസിഡ് ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തന്നിട്ടുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ആദ്യം തന്നെ ഉള്ളത് അസെറ്റിക് ആസിഡ് ആണ്. അസെറ്റിക് ആസിഡ് എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഓർക്കുക, അസെറ്റിക് ആസിഡിന്റെ ഒരു കെമിക്കൽ ഫോർമുല, ഒരു രാസസൂത്രം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാവോ? CH3COOH. അതായത് ആ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ആ എച്ച് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് നിങ്ങൾ നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സമയത്ത് H2SO4 ആണ് അതിന്റെ രാസസൂത്രം. H2SO4. മക്കൾ നോക്കുക, H2. അപ്പൊ H ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അവിടെയും ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ രാസസൂത്രം മിസ് ഇവിടെ എഴുതാം, HCl ആണ്. HCl. അപ്പൊ അവിടെയും എന്തുണ്ട്? നമ്മുടെ H ഉണ്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ഇല്ല
ഇല്ലാത്ത ആസിഡുകളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തന്നിട്ടുള്ള 3 എണ്ണത്തിലും ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്, ഇവയൊന്നുമല്ല എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ക്ലിയർ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വെദർ എ സബ്സ്റ്റൻസ് ഈസ് ആസിഡ് ഓർ ആൽക്കലി? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു പദാർത്ഥം ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ, അല്ലെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെ, സൂചകങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കാം, അല്ലെ. കാർബൺ പേപ്പർ, ലിറ്റ്മസ് പേപ്പർ, പ്ലെയിൻ പേപ്പർ, നൺ ഓഫ് ദിസ്. ഓക്കെ, കാർബൺ പേപ്പർ ആണോ, ലിറ്റ്മസ് പേപ്പർ ആണോ, പ്ലെയിൻ പേപ്പർ അതായത് സാധാരണ പേപ്പർ ആണോ, ഇനി ഇതൊന്നും അല്ലേ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പൊ നേരത്തെ ഇൻഡിക്കേറ്റേഴ്സ് സൂചകം പറഞ്ഞ സമയത്ത് മിസ് പറഞ്ഞു കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൂചകം, ഒരു ഇൻഡിക്കേറ്റർ ആണ് നമ്മുടെ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. സോ ലിറ്റ്മസ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ലിറ്റ്മസ് പേപ്പറിന്റെ കളർ ചേഞ്ച് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഒന്നുകൂടെ വിശദമായിട്ട് പരിചയപ്പെടാം. അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഇസ് ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ? പ്യുവർ വാട്ടറിന്റെ pH വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. നിരന്തരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, അല്ലെ. pH വാല്യൂ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം pH സ്കെയിൽ ഉണ്ട്. നമുക്ക് ആ pH സ്കെയിൽ, അല്ലെ, നമ്മളിപ്പോ ഇതാ ഇങ്ങനെ pH സ്കെയിൽ വരയ്ക്കുകയാണെങ്കിൽ, യെസ്, ഞാൻ എന്താ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0 ആണ്, ഇവിടെ 14 ആൻഡ് ഇവിടെ എന്താണ്, സോറി, ഞാൻ ഇവിടുത്തെ 0 മാറ്റിയിട്ട് എന്ത് ചെയ്തു, 7 ആക്കാം, അല്ലെ. നമുക്ക് അവിടെ ഇവിടെ നമുക്ക് 7 ആക്കാം, ഇവിടെ നമുക്ക് 0 ആക്കാം. ഓക്കെ, അതാകുമ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ഈ 7 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്ത്, ഇവിടുത്തെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത്. ആ മിഡിൽ പോർഷനിൽ നിന്ന് അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ 7നും 14നും ഇടയിൽ, അല്ലെ, വാല്യൂ വരുന്ന ആളുകളൊക്കെ ആരായിരിക്കും, നമ്മളുടെ ബേസിക്സ് നാച്ചുറുള്ള നമ്മുടെ ആൽക്കലി സ്വഭാവമുള്ള ആളുകളായിരിക്കും. എന്നാൽ 0 to 7 എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകളൊക്കെ ആരായിരിക്കും, അസിഡിക് നാച്ചുറൽ, അല്ലെ, ആസിഡ് സ്വഭാവമുള്ള ആളുകളായിരിക്കും. അപ്പൊ നമ്മുടെ ഈ സെന്ററിൽ കാണുന്ന നമ്മുടെ 7 എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രൽ ആണ്, അല്ലെ. ആസിഡും ബേസും അല്ലാതെ ന്യൂട്രൽ ആയിട്ട് കിടക്കുന്ന, നിർവീര്യമായിട്ട് കിടക്കുന്ന ആളുകളാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശുദ്ധജലം എന്ന് പറയുന്നത്. അപ്പൊ ആ ശുദ്ധജലത്തിനെ നമുക്ക് ഈ തന്നിട്ടുള്ളതിൽ ബി നമുക്ക് മാർക്ക് ചെയ്യാം, അല്ലെ. 7 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ എന്താണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും 6.5 to 7.5 വരെ റേഞ്ചിൽ നമ്മൾ വാട്ടറിന്റെ pH പറയാറുണ്ട്. പക്ഷെ പ്യുവർ വാട്ടർ, ശുദ്ധജലത്തിന്റെ pH ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, 7 നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രോങ് ആസിഡ്? യെസ്, സ്ട്രോങ് ആസിഡ് യൂസ്ഡ് ഇൻ ലബോറട്ടറി, അല്ലെ. ലാബുകളിൽ, ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ശക്തി കൂടിയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസിഡ് ബേസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആസിഡുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ. അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അത്ര വീര്യം കൂടിയിട്ടില്ലാത്ത, നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ഉള്ള ആസിഡുകൾ ഉണ്ട്. എന്നാൽ ഇതല്ലാതെ നമ്മൾ ലബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ഉണ്ട്. ഇപ്പൊ ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെമണിലൊക്കെ നോർമൽ ആയിട്ടുള്ള ആസിഡ് ആണ്, അല്ലെ. അസെറ്റിക് ആസിഡ് നമ്മുടെ വിനെഗറിലുള്ള ആസിഡ് ആണ്, അത്രയ്ക്ക് സ്ട്രോങ് അതിനില്ല. മാലിക് ആസിഡ് നമ്മുടെ ആപ്പിളിലുള്ള ആസിഡ് ആണ്. ആൻഡ് നൈട്രിക് ആസിഡ്, യെസ്, നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ലബോറട്ടറി ആസിഡ് ആണ്, അതൊരു സ്ട്രോങ് ആസിഡ് ആണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്, നമ്മുടെ ഫുഡിൽ ഒന്നും കാണുന്ന അല്ല, അല്ലെ. നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആസിഡ് ആണ് നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണതിന് മുമ്പ് യെസ് മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി കിട്ടിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ ധ്രുവ ബാച്ചിനെ പറ്റി, അല്ലെ. അതായത് നമ്മുടെ USS ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കൾക്കും സൈലം ഫ്രീ ആയിട്ട് നൽകുന്ന ആപ്പാണ്, ബാച്ചാണ് നമ്മുടെ ധ്രുവ ബാച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കിട്ടാൻ വേണ്ടി മക്കൾ ചെയ്യേണ്ടത്, ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കൾ ചെയ്യേണ്ടത് ആകെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സൈലം ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ധ്രുവ ബാച്ച് കാണാൻ പറ്റും. ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്മുടെ ധ്രുവ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആൻഡ് അവിടുത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മക്കൾക്ക് സ്വന്തമാക്കാം. ആരെങ്കിലും നമ്മുടെ സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ധ്രുവ ബാച്ച്, അത് ഫ്രീ ആയതുകൊണ്ട് മക്കൾക്ക്
എന്താണ് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനകത്ത് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിന്റെ കാര്യം കൂടെ മിക്സ് ഒന്ന് പറയാണ്. നമ്മുടെ 7th നമുക്കറിയാം USS മാത്രമല്ല, നമുക്ക് ക്രിസ്മസ് എക്സാമും ആനുവൽ എക്സാം ഒക്കെ വരുവാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിലും മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ അവഞ്ചേഴ്സ് ബാച്ച് ഫ്രീ അല്ല, ചെറിയൊരു പൈസ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്, യെസ് നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പൊ അതില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ധ്രുവ ബാച്ച്, USSന്റെ ധ്രുവ ബാച്ച് കംപ്ലീറ്റ് ഫ്രീ ആണ്. നിങ്ങൾ ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് തിരിച്ചു വരാടാ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: Which of the following is used to identify the acid or alkaline nature of substances? പദാർത്ഥങ്ങളുടെ ആസിഡ് ആൽക്കലി സ്വഭാവം തിരിച്ചറിയുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ഓപ്ഷൻസ് ഉണ്ട്: ബാരോമീറ്റർ, ഹൈഡ്രോമീറ്റർ, pH സ്കെയിൽ, തെർമോമീറ്റർ. അല്ലെ, പലതരം ഉപകരണങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. പലതും എന്താണ്, പല സാധനങ്ങൾ അടക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ തന്നിട്ടുള്ളത് ഓൾറെഡി മിസ് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ pH സ്കെയിലിന്റെ കാര്യം അല്ലെ. 0 to 14 വരെ എടുക്കുകയാണെങ്കിൽ 7 നമ്മുടെ മിഡ് പോയിന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ യെസ് 7ൽ കൂടുതൽ ആൽക്കലി അല്ലെങ്കിൽ ബേസ്, ആൻഡ് 7ൽ കുറവ് എന്താണ്, നമ്മുടെ ആസിഡിക് നാച്ചർ ഉള്ള ആളുകളും എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. യെസ്, ആസിഡ് ഇൻ വിനെഗർ ഈസ്, നമ്മുടെ വിനെഗറിലുള്ള, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ വിനെഗർ അല്ലെങ്കിൽ സിർക്ക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വിനെഗറിലുള്ള ആസിഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഏതാണ്? നമ്മുടെ അസറ്റിക് ആസിഡ് ആണ് അല്ലെ. ഇവിടെ തന്നിട്ടുള്ള നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന ആസിഡ് ആണ്. മാലിക് ആസിഡ് നമ്മുടെ ആപ്പിളിലുള്ളതാണ്. ആൻഡ് സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ലെമണിലൊക്കെ ഉള്ള ആസിഡ് ആണ്. അതുപോലെ മലയാളത്തിലാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ് കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ടാമറിൻ, നമ്മുടെ പുളിയിലൊക്കെ കാണപ്പെടുന്ന ആസിഡ് ആണ്. അപ്പൊ വിനെഗറിലുള്ള ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ അസറ്റിക് ആസിഡ് ആണ് അല്ലെ. നെക്സ്റ്റ് എന്താണ്? വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്? ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്തായിരിക്കും എന്നാ ചോദിച്ചിട്ടുള്ളത്. വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്? അപ്പൊ നമുക്കറിയാം ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്ന സമയത്ത് ആസിഡിൽ അത് ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? യെസ്, അതിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആയിരിക്കും അല്ലെ. എന്നാൽ നമ്മുടെ ആൽക്കലിയിലാണ്, ബേസിലാണെങ്കിലോ അതിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കും. അപ്പൊ നമ്മൾ ലിറ്റ്മസ് പേപ്പർ തിരിച്ചു പറയുവാണെങ്കിൽ യെസ്, നമ്മൾ എടുക്കുന്നത് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അത് ആസിഡിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ റെഡ് ആയിട്ട് മാറും. ഇനി റെഡ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ മാറ്റവും വരുന്നില്ല. ഇനി റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ആൽക്കലിയിൽ ബേസിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലോ അതിന്റെ കളർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ബ്ലൂ ആയിട്ട് മാറും. അവിടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ തന്നെ, വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയാനായിട്ട് പറ്റും യെസ്, നമ്മുടെ ആസിഡിലെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഇറ്റ് ഈസ് റെഡ് അല്ലെ, ചുവപ്പ് നിറത്തിലായിരിക്കും അത് കാണുന്നുണ്ടാവുക. ഇനി ഇതേ ചോദ്യം നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. യെസ്, എന്താണ്? വാട്ട് വിൽ ബി ദ കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആൽക്കലി അല്ലെ. ആൽക്കലിയിലെ ലിറ്റ്മസ് പേപ്പറിന്റെ കളർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അത് എന്തായിരിക്കും? ബ്ലൂ കളർ അല്ലെങ്കിൽ നീല നിറമായിരിക്കും. അപ്പൊ അത് മാറിപ്പോകരുത്, അത് നമ്മുടെ മനസ്സിൽ തെറോ ആക്കിയിട്ട് നമ്മൾ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: വിച്ച് ആസിഡ് ഈസ് നോൺ ആസ് കിങ് ഓഫ് ആസിഡ്സ് അല്ലെ. ആസിഡ്സിലെ കിങ് എന്നറിയപ്പെടുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് നമ്മൾ കണ്ണും പൂട്ടിയിട്ട് നമ്മുടെ ആൻസർ എവിടെയുള്ളത് നോക്കുക, മാർക്ക് ചെയ്തേക്കുക. ഓപ്ഷൻസ് ഒന്നും വായിച്ച് കൺഫ്യൂഷൻ അടിക്കരുത്. കിങ് എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ. സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മുടെ രാസവസ്തുക്കളുടെ രാജാവ് അല്ലെങ്കിൽ ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലിറ്റ്മസ് ഈസ് എ ഡൈ ഒബ്റ്റെയിൻഡ് ഫ്രം വിച്ച് പ്ലാന്റ്? ഏത് പ്ലാന്റിൽ നിന്നാണ് നമ്മുടെ ലിറ്റ്മസ്? നമ്മൾ പറഞ്ഞില്ലേ ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണെന്ന്. അതെന്ന് പറയുന്നത് എന്താണ്? യെസ്, ആൽഗെ അല്ല, പകരം എന്താണ്? ലൈക്കൺ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ലൈക്കൺ എന്ന് പറയുന്ന ഒരു ചെടി, ആ ഒരു പ്ലാന്റിൽ നിന്നാണ് നമ്മുടെ ലിറ്റ്മസ് എന്ത് ചെയ്യുന്നത്? നമ്മൾ യെസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ലൈക്കൺ നമ്മൾ എന്ത് ചെയ്തു? മാർക്ക് ചെയ്തു. അടുത്ത എന്താണ്? വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് എ മെറ്റൽ? ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലെ. ഒരു ആസിഡ്, മിസ് ഇത് അവിടെ എഴുതുകയാണേ, ഒരു ആസിഡ് ഇതാ എന്ത് ചെയ്യാണ്? മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സോൾട്ട് ഉണ്ടാവും. കൂട്ടത്തിലുള്ള ആളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യെസ്, അത് ആരായിരിക്കും? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആരായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പൊ ഏത് ഗ്യാസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ, അല്ലെങ്കിൽ എന്താണ് സിമ്പിൾ ആയിട്ട് മക്കളെ H2 ഗ്യാസ് ഓർത്ത് വെക്കുക അല്ലെ. നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്?
എന്തുണ്ടാവുക, അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാ നമ്മുടെ പഠിച്ചു വെക്കുക, ക്വസ്റ്റ്യൻ പഠിക്കുക അല്ലെ. ആസിഡ് മെറ്റലുമായിട്ട്, ആസിഡ് ലോഹങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ആ സമയത്ത് ഉണ്ടാവുന്ന നമ്മുടെ ഗ്യാസ് അല്ലെങ്കിൽ വാതകം എന്ന് പറയുന്നത് ഏതാണ്, അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വാതകമാണ്. ഈ ഹൈഡ്രജൻ വാതകത്തിന്റെ പ്രത്യേകതയാണ് ഇതാ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതൊന്നുകൂടെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു. എങ്ങനെ ചോദിച്ചത്, വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ അല്ലെ. ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ സ്വഭാവം എന്താണ്. അപ്പൊ നമ്മൾ പണ്ട് മുതലേ നമ്മൾ പഠിച്ചു വെച്ച കാര്യം ഇവിടെ ഒന്നുകൂടെ നമ്മൾ ഉറപ്പിക്കുന്നു. ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രത്യേകത അത് കത്തുന്ന വാതകമാണ്. യെസ്, ബേണിംഗ് അഥവാ കത്തുന്നത് എന്നുള്ളതാണ് എന്ത്, ഹൈഡ്രജന്റെ പ്രത്യേകത. ഹൈഡ്രജൻ ഭയങ്കര, നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അല്ലെ, നമ്മുടെ കത്തുന്ന വാതകം അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്നതാണ് അതിന്റെ ഒരു നാച്ചുറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. ബാക്കി എന്നും എന്തല്ല, നമ്മുടെ ഹൈഡ്രജന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കേ അല്ല. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ് അല്ലെ. കാർബണേറ്റ്, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. കാർബണേറ്റ് എന്ന് പറയുന്ന സമയത്ത് മക്കൾ ഓർക്കുക എന്താണ്, യെസ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ മക്കൾ ഓർക്കുക. അപ്പൊ നമ്മുടെ ആസിഡ് കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന വാതകം എന്ന് പറയുന്നത് ഏത് വാതകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. ഇവിടെ മിസ് ഓപ്ഷൻസ് വായിക്കാത്തത്, ഓപ്ഷൻസ് വായിച്ചു കഴിയുന്ന സമയത്ത് എല്ലാം വാതകങ്ങളാണ് അല്ലെ, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണിത്. പിന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ആൻസറുകൾ ഇങ്ങനെ ഓപ്ഷൻസ് നോക്കിയിട്ട് മാർക്ക് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾ ഉറപ്പിച്ചു വെക്കുക, കാർബണേറ്റുകളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, മെറ്റൽ ലോഹങ്ങളുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിലോ അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കത്തുന്നതാണ് അല്ലെ, ബേണിംഗ് ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നതെങ്കിൽ നമ്മളോട് ഇതാ ഇവിടെ അത് നേരെ തിരിച്ച് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയണം അതിന്റെ പ്രത്യേകത എന്താണ്, എക്സ്റ്റിങ്യൂഷ് ഫയർ അല്ലെ, തീ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് ഇത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കത്തുന്നത് ഹൈഡ്രജൻ ആണ്, തീ കെടുത്താൻ സഹായിക്കുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്നാൽ ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, നമ്മുടെ ആസിഡുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും മിസ് പറയുവാണ്, യെസ്, നമ്മൾ ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, എന്താണ്, യെസ്, കത്താൻ സഹായിക്കുന്നത് അല്ലെ, ഹെൽപ്സ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നേരത്തെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെയും ഉണ്ടായിരുന്നു കത്താൻ സഹായിക്കുന്നത്, ഹെൽപ്സ് സബ്സ്റ്റൻസ് ടു ബേൺ. അതെന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ ഓക്സിജൻ ആണ്. അയാൾ ഇവിടെ ഞാൻ എഴുതുന്നില്ല കാരണം കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ്. പക്ഷെ ഓർത്തു വെക്കുക, ഓക്സിജൻ ആണ് എന്ത്, കത്താൻ സഹായിക്കുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത് ഓക്സിജൻ, സ്വന്തം എന്നാ കത്തുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജൻ. എന്നാൽ ഇത് കെടുത്തുന്ന ആള് അല്ലെ, എക്സ്റ്റിങ്യൂഷ് ഫയർ, അതാരാണ്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആസിഡും കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ്, ആസിഡും ലോഹവും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാവുന്നത് നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസും ആണ്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം ഉണ്ട്. അപ്പൊ ഇതാ കുറേ ക്വസ്റ്റ്യൻസ് മിസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ മക്കൾ മിസ്സിന് കമന്റ് ചെയ്തിരുന്നു വിചാരിക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ വിനെഗർ ഫിനോഫ്തലിൻ ഷോസ് ഡാഷ് കളർ അല്ലെ. ഫിനോഫ്തലിൻ വിനാഗിരിയിൽ കാണിക്കുന്ന നിറമാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയാൻ മക്കൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കേണ്ടത്, ഫിനോഫ്തലിൻ ഒരു ഇൻഡിക്കേറ്റർ ആണ്, അത് ആസിഡിലും ബേസിലും കാണിക്കുന്ന നിറം ആലോചിക്കുക. വിനെഗർ എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണ്. അപ്പൊ അത് ഏതായിരിക്കും കളർ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മിസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ആൻസർ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ജേർണി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നിർത്തുന്നില്ല. നമുക്ക് ഇനിയും എന്ത് ചെയ്യാനുണ്ട്, USS ക്രാക്ക് ചെയ്തെടുക്കുന്നവരെ കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.